ഹായ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ അതിൻ്റെ ഉപയോഗങ്ങളാണ്. നമ്മൾ അഞ്ചാമത്തെ റൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് ഇവിടെ ഇതുണ്ടല്ലോ, നമ്മുടെ യൂസ് ദ വിത്ത് നെയിംസ് ഓഫ് ബിൽഡിങ്സ്, മോണ്യുമെൻറ്റ്സ്, സ്മാരകങ്ങൾ ആൻഡ് പബ്ലിക് പ്ലേസസ്. ഇപ്പം ചില ബിൽഡിങ്സൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ദ ഗ്രേറ്റ് ഹാൾ, ദ വൈറ്റ് ഹൗസ്, അതുപോലെ തന്നെ സ്മാരകങ്ങളില്ലേ, ദ താജ്മഹൽ, സ്മാരകങ്ങളല്ലേ, മോണ്യുമെൻറ്റ്സ്. അതുപോലെ പബ്ലിക് പ്ലേസസ് ഉണ്ട്. സാധാരണ നമ്മൾ ദ കോൺഫറൻസ് ഹാൾ, അല്ലെങ്കിൽ ദ തിയേറ്റർ, ദ ഓഡിറ്റോറിയം, ഇതൊക്കെ പബ്ലിക് പ്ലേസസ് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള പേരുകളുടെ മുമ്പിൽ നമ്മൾ ഇത് ഉപയോഗിക്കണം. അതാണ് ഇതുണ്ടല്ലേ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ദ പിരമിഡ്സ്, സ്മാരകങ്ങളാണ്. ദ താജ്മഹൽ, ദ എയ്ഫൽ ടവർ, ദ റെഡ് ഫോർട്ട്, ദ വൈറ്റ് ഹൗസ്, ദ പാർലമെൻറ്റ് ഹൗസ്, ദ സെക്രട്ടേറിയറ്റ്. സ്മാരകങ്ങളും അതുപോലെ തന്നെ പബ്ലിക് പ്ലേസസ് ആണ്. ദ സെക്രട്ടേറിയറ്റ്, ദ പാർലമെൻറ്റ് ഹൗസ്. ഇവിടെ ദ ഇന്ത്യ ഗേറ്റ്, ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ദ ബ്രിട്ടീഷ് മ്യൂസിയം. സ്മാരകങ്ങളും പബ്ലിക് പ്ലേസസൊക്കെയാണ്. ദ എയർപോർട്ട്സ്, പബ്ലിക് പ്ലേസ് അല്ലേ. ദ കോൺഫറൻസ് റൂം, ദ ബസ് സ്റ്റോപ്പ്. വി വിൽ മീറ്റ് അറ്റ് ബസ് സ്റ്റോപ്പ് അല്ല, അറ്റ് ദി ബസ് സ്റ്റോപ്പ്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ കാണാമെന്ന് പറഞ്ഞാൽ അറ്റ് ദി ബസ് സ്റ്റോപ്പ് അങ്ങനെ പറയാം. ദേ ആർ എൻ്ററിങ് ദ കോൺഫറൻസ് റൂം എന്ന് പറയാം. കോൺഫറൻസ് റൂമിലേക്ക് പ്രവേശിക്കുന്നു. ചെറിയ കുഞ്ഞു പ്രശ്നമുണ്ട്. അതെന്നാന്നറിയാം, അതൊരു കുഞ്ഞു പ്രശ്നമാണ്. അതായത് ഇവിടെ കണ്ടോ, പർപ്പസ് പ്ലേസ്, എ പ്ലേസ് എന്ന് എഴുതി. അതായത് ഇപ്പം സ്കൂളിൻ്റെ ഉപയോഗം എന്നതാണ് കുട്ടികൾക്ക് പഠിക്കുക, ടീച്ചേഴ്സിനെ പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സ്ഥാപനങ്ങൾ. അതിൻ്റെ ഉപയോഗത്തെ പറ്റിയാണ് പറയുന്നെങ്കിൽ ഇത് വേണം. അതേസമയം ആ ബിൽഡിംഗ് കെട്ടിടത്തിനെ പറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇത് വേണം. ഉദാഹരണം പറയാതെ, ദ സ്റ്റുഡൻറ് ഗോസ് ടു സ്കൂൾ, ദ പേരൻസ് ഗോ ടു ദ സ്കൂൾ. രണ്ട് വർഷമല്ല, സ്റ്റുഡൻസ് ഗോ ടു സ്കൂൾ. ഇതാ ഇല്ല. കാരണം എന്താ? അത് ആ സ്കൂളിൻ്റെ ഉപയോഗത്തല്ലേ, പഠിക്കാന്നുള്ളതല്ലേ. സ്റ്റുഡൻറ്റ് പോകുന്നത് എന്തിനാ? പഠിക്കാനാണ്. പേരൻസ് പോകുന്നത് എന്തിനാ? ആ സ്ഥലം കാണാൻ, അല്ലെ വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഉപയോഗമാണ് പറയുന്നതെങ്കിൽ ഇത് വേണ്ട. അതേസമയം കെട്ടിടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് വേണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നതല്ലോ, പർപ്പസ്, ഉപയോഗം. അല്ലെങ്കിൽ അതൊരു സ്ഥലം മാത്രമേ ആവുന്നു. അപ്പം നമുക്ക് ഇത് വേണം. വേറൊരു ഉദാഹരണം പറയാം. രോഗി ഹോസ്പിറ്റലിൽ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ദ പേഷ്യൻ്റ് ഗോസ് ടു ഹോസ്പിറ്റൽ, ദ വിസിറ്റേഴ്സ് ഗോ ടു ദ ഹോസ്പിറ്റൽ. മനസ്സിലായല്ലോ? രോഗി ആ ഹോസ്പിറ്റലിൻ്റെ ഉപയോഗം, അതിൻ്റെ പർപ്പസ് എന്താണോ അതിനാണ് പോകുന്നത്. അതേസമയം വിസിറ്റേഴ്സ് പോകുന്നത് ചികിത്സിക്കപ്പെടാനല്ല, പിന്നെ ആ സ്ഥലം അവിടെ വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഇതാ വേണം. മനസ്സിലായോ? അതുപോലെ തന്നെ നോക്കി, രണ്ടാമത്തെ നോക്കി, ലൈബ്രറി. മൂന്നാമത്തെ ലൈബ്രറി നോക്കി. ലൈബ്രറി, മെമ്പേഴ്സ് ഗോ ടു ലൈബ്രറി ടു ബോറോ ബുക്സ്. അപ്പം ലൈബ്രറിയിലെ അംഗങ്ങൾ ഈ ലൈബ്രറി പോകുന്നത് നമ്മുടെ പുസ്തകം എടുക്കാനാണ്, ടു ബോറോ ബുക്സ്. അവിടെ ഇതാ വേണ്ട.
കാരണം ആ പർപ്പസ് അതിൻ്റെ ആ ലൈബ്രറിയുടെ ഉപയോഗത്തിനാണ് അവർ പോകുന്നത്. ലൈബ്രറി ഉപയോഗിക്കാനാണ് പോകുന്നത്. അതേസമയം ദ മിനിസ്റ്റർ വിസിറ്റഡ് ദ ലൈബ്രറി. മിനിസ്റ്റർ വന്ന് ലൈബ്രറിയൊക്കെ ഒന്ന് കണ്ടേച്ചു വന്നത്, പുസ്തകം എടുക്കാൻ നല്ല വന്നു. മനസ്സിലായോ? ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഉപയോഗത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ദ വേണ്ട. അതേസമയം അതിൻ്റെ ആ കെട്ടിടത്തിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ദ വേണം. ഞാൻ അടുത്തത് നോക്കി. ചർച്ച്. ബിലീവേഴ്സ് go to church. Tourists go to the church. വിശ്വാസികൾ പള്ളിയിൽ പോകുന്നതിൻ്റെ ഉപയോഗം അവിടെ പ്രാർത്ഥിക്കാനൊക്കെയാണ്. ടൂറിസ്റ്റുകൾ വന്നിട്ട് അത് കണ്ടേച്ച് പോകണം. അപ്പം ടൂറിസ്റ്റ് വിസിറ്റ് ദ ചർച്ച്. അതൊരു സ്ഥലമാണ്. അതുപോലെ അടുത്ത നോക്കിയാൽ ബാങ്ക്. കസ്റ്റമേഴ്സ് ഗോ ടു ബാങ്ക് ഫോർ ടേക്കിംഗ് മണി. അതേസമയം അതിലിപ്പോൾ ബോറോയിങ് മണി അങ്ങനെ എന്താ ആക്കുന്നതാണ്. അതേസമയം ഒരു വലിയൊരു ബാങ്ക് കെട്ടിടം കാണാൻ ഒരാൾ വരുവാണ്. സം അമേരിക്കൻസ് വിസിറ്റഡ് ദ സ്റ്റേറ്റ് ബാങ്ക്. പക്ഷെ അവരൊക്കെ അന്ന് അമേരിക്കയിൽ വന്ന് ഇവിടെ പൈസ എടുക്കാനൊന്നും അല്ല വന്നത്. അവർ പിന്നെ എന്നതിനാണ് വന്നത്? അവർ ഇത് കാണാൻ, അതിൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെയാണെന്ന് കാണാൻ. അണ്ടർസ്റ്റാൻഡ്? ഇപ്പം അതാണ് അതിൻ്റെ. അതുപോലെ പ്രിസൺ, ദ പ്രിസൺ. The offenders were taken to prison. അവരെ അവിടെ ലോഡ്ജ് ചെയ്യാനായിട്ട്. കുറ്റവാളി, ഗിൽറ്റി പേഴ്സൺ, അല്ലെങ്കിൽ നമ്മൾ പറയാൽ ശിക്ഷിക്കപ്പെട്ടവർ എന്നൊക്കെ പറയാം. കാരണം അവരവിടെ കിടക്കാൻ, അവിടെ താമസിക്കാൻ പോകുക. അതേസമയം നമുക്ക് പറയാം the minister for jails visited the prison. കാരണം അവിടെ ഒരു സ്ഥലമാണ്. മിനിസ്റ്റർ അവിടെ പോയി കിടക്കാനല്ല, അല്ല ശിക്ഷിച്ചിട്ട് ശിക്ഷ ഏറ്റുവാങ്ങി അവിടെ പോയി കിടക്കാനല്ല. ഇങ്ങനൊരു ചെറിയൊരു, ഞാൻ പറയുന്നത് കുഞ്ഞു ഡിഫറൻസ്. ഏറ്റവും എളുപ്പം ഓർക്കാൻ പറ്റുന്നതാണ് സ്കൂളാണ്. സ്റ്റുഡൻസ് ഗോ ടു സ്കൂൾ, പേരൻസ് ഗോ ടു ദ സ്കൂൾ. Right.